മോശം കാലാവസ്ഥയിലും നമ്മുടെ പുത്തനത്താണി സ്റ്റാർ ഏജന്റ് റിക്കഗ്നേഷൻ പ്രോഗ്രാം വൻ വിജയമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് DXN കേരളയുടെ ആത്മാർത്ഥമായ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവർ, വളരെ സ്പീഡിൽ പോകുന്നൊരു പ്രോഗ്രാമാണ്. വളരെ മനോഹരമായിട്ടുള്ള 2 സ്പീച്ച് നമ്മളെ പുറകെ കാത്തിരിക്കാൻ ഞാനത് നീട്ടുന്നില്ല. എനിക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരേ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞു, ജീവിതത്തിൻ്റെ സായാന്തനങ്ങളിൽ ഈ വൈദ്യവേളയിൽ വയസ്സാം കാലത്ത് ഒരു BA LLB എന്ന് പറയുന്ന 42 പേപ്പറുള്ള പരീക്ഷ, ഇതൊന്നും ഒരു അത്ഭുതമൊന്നുമല്ല. ഇതിനേക്കാൾ എത്രയോ പേര് എന്തെല്ലാം നേടുന്നു. പക്ഷെ നമ്മൾ DXNകാരായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരത് സന്തോഷിക്കുന്നു, അവരതിന് അഭിനന്ദിക്കുന്നു. മറ്റൊരു മേഖലയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു അംഗീകാരവും കിട്ടില്ല. പക്ഷേ അങ്ങനെ അത് പാസ്സാകാനായിട്ട് സഹായിച്ചത് എന്തായിരിക്കും എൻ്റെ കൂട്ടുകാർക്ക് പറയാമോ? ഈ വയസ്സാം കാലത്ത് ഏതായിരിക്കും? നമ്മുടെ പ്രോഡക്റ്റ് തന്നെ, അല്ലേ? നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമേ ആ മിറാക്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് തന്നെ എനിക്ക് വേറൊരു മിറാക്കിൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മകൻ ജനിച്ചു, 17 വർഷം കഴിഞ്ഞു, കുട്ടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും കുട്ടി ഉണ്ടാകില്ല, ഇനി ഒന്നിൽ തന്നെ അവസാനിപ്പിച്ചോളണം, അതുകൊണ്ട് തന്നെ സന്തോഷിച്ചോളണം എന്ന് പറഞ്ഞു, അല്ലേ? ലക്ഷ്മി ഹോസ്പിറ്റലിൽ ശാന്തവൈദ്യർ പറഞ്ഞു ഇനി കുട്ടി ഉണ്ടാകില്ല, വയസ്സിന് ബുദ്ധിമുട്ടുണ്ട്, സിസ്റ്റുണ്ട്, അപ്പം അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 17 വർഷം നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ ആ 17 വർഷത്തിന് ശേഷം ശാന്തവൈദ്യരുടെ പ്രവചനത്തെ മാറ്റിക്കൊണ്ട് ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ അവർ പറഞ്ഞ കാര്യം സംഭവിക്കാതിരുന്നിട്ടില്ല, മാറ്റിമറിച്ചുകൊണ്ട് അതിനേക്കാൾ ചുറുചുറുക്കുള്ള ഒരു ആൺകുട്ടി വീണ്ടും ജനിച്ചു. ഏത് വയസ്സാം കാലത്തും എന്ത് സംഭവിക്കും? ഏത് കഴിച്ചാൽ? നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ചാൽ സൂക്ഷിച്ചും കണ്ട് കഴിക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് MSc എടുക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് MCom എടുക്കാം, എപ്പോൾ വേണമെങ്കിലും MBBS എടുക്കാം, എപ്പോൾ വേണമെങ്കിലും മക്കളും ഇഷ്ടം പോലെ. പിന്നെ ഏത് കമ്പനി പോയി പ്രവർത്തിക്കണം? അത്രയ്ക്ക് വലിയൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ വന്നിരിക്കുന്നു. ഇവിടെ എനിക്കൊരേ ഒരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. പലപ്പോഴും പലരും നമ്മളെ കളിയാക്കാറുണ്ട്, അല്ലേ? നമ്മൾ ചെയ്യുന്നത് മണി ചെയിൻ ആണോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ? വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ്. DXN എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ജെനുവിനായ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട്? മണി ചെയിൻ എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് 2016 വന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ 2016 വന്നപ്പോൾ അതിനകത്ത് പിരമിഡ് എന്താണ്, അതിനകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ കമ്പനികളെല്ലാം വന്നു. പക്ഷേ ആ സമയത്ത് 75% മണി ചെയിൻ കമ്പനികളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നപ്പോൾ വളരെ ആവേശത്തോടെ നമ്മൾ ജെന്വിൻ കമ്പനിക്കാർ പ്രവർത്തനത്തിലേക്ക് പോയി. കാരണം അതിൻ്റെ 3ാമത്തെ പേജിൽ സെക്ഷൻ 2 വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. കൺസ്യൂമർ എന്നുള്ള ഭാഗത്ത് പറയുന്നു, മാർക്കറ്റിംഗ് നമുക്ക് പല രൂപത്തിൽ നടത്താം. 1 ഓഫ്ലൈൻ, പ്രഭാകരൻ ചേട്ടൻ്റെ കടയിൽ വെച്ചുള്ള കച്ചവടം. 2 നമുക്കത് ടെലിഷോപ്പിംഗ് ആയിട്ട് നടത്താം. 3 ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് നടത്താം. 4 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് നടത്താം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞു, അല്ലേ? ഒരു നിയമം എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സാണ്, അല്ലേ? പുസ്തകത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു വേർഡ് വന്നിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം 2021 നമ്മുടെ റൂൾസ് കൊണ്ടുവന്നപ്പോൾ ഡിസംബർ മാസം 28-ാം തീയതി ആ റൂൾസിൽ പ്രോസ്പെക്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് സെല്ലറ് നമ്മൾ ഓഫർ കൊടുത്തുകൊണ്ട്, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റിയിൽ കമ്പനിയിൽ കൊണ്ടുപോയി ആളുകളെ ജോയിൻ ചെയ്യിക്കാം. പക്ഷെ ഇപ്പോഴും ചിലർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെയൊന്നും പാടില്ല, അതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല, അതെല്ലാം മണി ചെയിനാണ്. സുഹൃത്തുക്കളെ, 2016 മുമ്പുള്ള അവസ്ഥയല്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ജെനുവിനാണെങ്കിൽ, നിയമമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് വർക്ക് ചെയ്യാം. DXN പോലത്തെ മഹാപ്രസ്ഥാനം 100% ലീഗലി ആക്സെപ്റ്റഡ് ആണ്. 1978 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ചരിത്രത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രൈസ് ചിപ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട്, ആ ആക്ട് വരുമ്പോൾ അന്ന് ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഇല്ല. അതിനകത്ത് എഴുതി പിടിച്ച ഒരു വാക്കായിരുന്നു പ്രൈസ് ചിപ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ പിരമിഡ് എന്ന് പറയുന്ന രീതി. അന്ന് പിരമിഡ് എന്ന് പറയുന്നത് 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, പണം നമ്മൾ ആളുകളിൽ നിന്ന് വാങ്ങുക, ക്വിക്ക് മണി, ക്വിക്ക് ഡെവലപ്മെൻറ്റ്. ആരാണ് ഇവിടെ ക്വിക്ക് മണി ഉണ്ടാകുന്നത്? ഈ ഇരിക്കുന്ന എൻ്റെ അനുജന്മാരും അനുജത്തിമാരും പറയും, ആർക്കാണ് ഇവിടെ വേഗത്തിൽ കാശ് കിട്ടിയത്?
ആരാണ് ഇവിടെ പെട്ടെന്ന് കാശുകാരനായി മാറിയത്? നമ്മുടെ ഹരിസാർ തുറന്നു പറഞ്ഞല്ലേ, ഒരു കാലഘട്ടത്തിൽ ഹരിസാറും ഞാനും കൂടി, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹരിസാറും ഞാനും കൂടി ആദ്യമായിട്ട് എനിക്ക് നാട്ടിൽ അന്വേഷിച്ചാൽ ഇപ്പോൾ ബന്ധുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ DXN ഉണ്ട്, ചേരാമോ എന്ന് ചോദിച്ചു. ബന്ധുക്കൾ പൊതുവെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എറണാകുളത്തെക്കാരോട് പറയുന്നത് തന്നെ കൈവെക്കരുത്. അതായത് ബന്ധുക്കളോട് ചോദിച്ച് ചേരാമോ എന്ന് ചോദിച്ചപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു അവർക്കെല്ലാം, കാരണം ഇവനെന്തോ കിട്ടാൻ പോവുകയാണ്, ഇവനെന്തോ നേട്ടമാണ് അല്ലേ. പൊതുവെ ബന്ധുക്കൾ ആരായിരിക്കും? ഇവിടെയല്ല എറണാകുളത്ത് ബന്ധുക്കൾ ശത്രുക്കളായിരിക്കും അല്ലേ. പൊതുവെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആരായിരിക്കും? ഇവിടെ വളരെ സ്നേഹമുള്ള സുഹൃത്തുക്കളാണ്, മാലയിട്ടു ഷാളിട്ടു അല്ലേ. പക്ഷെ അവിടെ എങ്ങനെയാണ്? പാരകളായിരിക്കുള്ളൂ അല്ലേ. അയൽവാസി എന്ന് പറഞ്ഞാൽ ആരായിരിക്കുള്ളൂ മിക്കവാറും? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് ഒരാളെ കിട്ടാൻ വേണ്ടി ഞാൻ നേരെ പത്തനംതിട്ടയിൽ ചെന്നു. പത്തനംതിട്ടയിൽ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ആനക്കൂടിനടുത്തൊരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായക്കടക്കാരനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നല്ലൊരു കാപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനേക്കാളും നല്ല കാപ്പി ഉണ്ടെന്നും പറഞ്ഞിട്ട് ചായപാത്രം എടുത്ത് വീശി ഒഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ കാപ്പി വളരെ നല്ല ടേസ്റ്റാണ്, ഗുണമുള്ളതാണ്. അയാൾ പറഞ്ഞു ഇതിനേക്കാളും നല്ല കാപ്പി എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നന്നാവില്ല, ഞാൻ ചീത്തയുകയുള്ളൂ. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഈ കാപ്പി വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടമാനം കാശ് കിട്ടും. അപ്പോൾ അയാൾ ആ മരത്തിൻ്റെ പലക വലിച്ചു കേട്ടും പറഞ്ഞു, ഇതിനകത്ത് കിളിക്കേട്ടും പറഞ്ഞു ഇതിനകത്ത് കണ്ടമാനം കാശ് കിടപ്പുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് തരാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ നന്നാവില്ല. അപ്പോൾ തൊട്ടടുത്ത് കലാഭവൻ മണിയെ പോലെ കാറുത്തുരുണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല വെളുത്താണെന്നല്ല, ഞാൻ ചെറുത്താൻ ടാറിൽ വീണതുപോലെ അല്ലേ. അതിനകത്ത് കലാഭവൻ മണിയെ പോലെ നല്ല കരുത്തനായ ഒരു ചെക്കൻ, ആ ചെക്കൻ എനിക്ക് കൈ എന്നിട്ടും പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റുന്ന വല്ലതുകൊണ്ട്, എൻ്റെ പേര് PD സുനിൽകുമാർ, ഹരിസാറിൻ്റെ അപ്ലൈ, ഹരിസാറിൻ്റെ അപ്ലൈ PD സുനിൽകുമാർ. എനിക്ക് മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്. ഞാൻ പറഞ്ഞു മോനെ പറ്റുള്ളൂ, മോന് പറ്റുന്ന മരുന്നേ ഇതിനകത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താണ് നമ്മൾ പറയുന്നത്? മോന് പറ്റുന്നതെന്ന് പറഞ്ഞ് മസാജ് ഓയിലും നമ്മുടെ കാപ്പിയും കൊടുക്കുന്നു. അങ്ങനെ ആ വ്യക്തി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്കറിയാമോ ചരിത്രം? അന്ന് ഒരു സാധാരണ ജോലിക്കാരനായിട്ട് ഒരു സിനിമാ തിയേറ്റർ മുതലാളിയുടെ റബ്ബർ പാലെടുത്ത് വീപ്പയിൽ നിറച്ച് ലോഡ് ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന PD സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി അന്വേഷിച്ച് നിങ്ങൾ ഇനി ഒന്ന് കോന്നിയിൽ ചെന്ന് നോക്കൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം അന്ന് റബ്ബർ പാൽ വീപ്പയിൽ നിറച്ച് ആ വീപ്പ ലോറിയിൽ ലോഡ് ചെയ്ത് മുട്ടുവേദനയും കൈവേദനയുമായി നടന്ന ആ ചെക്കൻ പിന്നീട് DXNലൂടെ കഷ്ടപ്പെട്ട് തന്നെ ഹരിസാറിനോടൊപ്പം കൈകോർത്ത് പിടിച്ച് ലവകുശന്മാരെ പോലെ എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഹരിസാറും സുനിൽ സാറും വന്നു. ഇന്ന് ഞാൻ ഏറ്റവും വിഷമത്തോടെ ഓർക്കുന്നത് അച്ചൻകോവിലാറ് നിറഞ്ഞൊഴുകുന്നു. ആ ഒഴികെ പാലം കാണാൻ പറ്റുന്നില്ല. പാലം കാണാൻ പറ്റാതെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഞാനും സുനിയും ഒരു ഞങ്ങളുടെ അവിടെ അന്ന് കാശുള്ള ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, സുധാകരൻ സാറ്. അദ്ദേഹത്തിൻ്റെ പഴയ മാരുതി 800 ഞങ്ങൾ പാലം കിടക്കണം. പക്ഷെ പാലം ഏതോ വെള്ളം ഏതാണെന്ന് അറിയാൻ പാടില്ല. ഇതെങ്ങനെ അറിയും? അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട്, ഹരിസാർ മുമ്പേ നടക്കുക. ഹരിസാർ വെള്ളത്തിൽ പോയാൽ അത് പാലമല്ല. പാവ ഹരിസാർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്ത് പാവ മുമ്പേ നടന്നു. ഹരിസാർ വെള്ളത്തിൽ പോയില്ല, ഞങ്ങൾ ആ വഴിക്ക് പുറകെട്ട് പോയി എന്ന് പറയുമ്പോൾ ഹരിയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ കടന്നു വന്ന സുനിൽ ഇന്ന് കാലം കടന്നുപോയി. നിങ്ങൾ കോന്നി എന്ന് പറയുന്ന ടൗണിലെത്തുക, സ്ഥലത്തെത്തുക, ആനക്കൂട് അല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പ്ലോട്ടിൽ സ്വന്തമായിട്ട് വീട്, ഭാര്യയ്ക്ക് കാർ, സ്വന്തമായിട്ട് കാറ്. പഴയ സുനിയല്ല, കാലം DXN പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തെ മാറ്റി മറിച്ചു. പക്ഷേ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ അധ്വാനമുണ്ട്. ഫാമിലി മീറ്റിംഗ് ഉണ്ട്, ലിസ്റ്റ് ഇടലുണ്ട്, മീറ്റിങ്ങിൽ പങ്കെടുക്കലുണ്ട്, ഹൗസ് മീറ്റിംഗ് നടത്തലുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തയ്യാറായാൽ, അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കും. തയ്യാറായാൽ സർവവും ഈ പ്രോഡക്റ്റ് നമുക്ക് തരും, സർവവും ഈ പ്ലാൻ നമുക്ക് തരും. എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലളിവാക്കുകൾ ഉപസംഹരിക്കുന്നു. JDX.